ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അത് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സവോളയൊന്നും വഴറ്റി സമയമൊന്നും കളയേണ്ട അറിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായി കഴുകി വെച്ചേക്കുന്നതാണ്. ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 12 വെളുത്തുള്ളി, 20 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവോളയാണ് വേണ്ടത്. നാടൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലി മൊത്തത്തോടെ ഉള്ളതാണ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 8 ഏലക്ക ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയാണ്. കുറച്ച് വിനാഗിരി വേണേ. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചെറിയുള്ളിയും പിന്നെ എല്ലാ പൊടികളും ഇല്ലേ, പൊടികളും ആവശ്യത്തിന് ഉപ്പും വിനാഗിരി എല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിനൊരു നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. പിന്നെ നമ്മൾ ഇത് വഴട്ടുന്നൊന്നുമില്ല കേട്ടോ ഒത്തിരി. അപ്പം സവോളയൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതൊന്നും നമുക്ക് നല്ല ഫൈനായിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. എന്നിട്ട് നമ്മൾ ഇത് കൈ ഉപയോഗിച്ച് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തായിരുന്നു. ഇനി ബീഫിനും കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാവേ. ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇപ്പം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലടിച്ചായിരുന്നു. എന്നിട്ട് അത് എൻ്റെ സ്റ്റീം മൊത്തം പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെയും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുമായിരിക്കും. നമുക്ക് എന്തായാലും ബീഫ് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പോൾ 5 വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ്. ഇനി എൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാവേ. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി നമ്മൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആവില്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി ഫ്രൈ ആക്കണ്ട. അതുപോലെ അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണേ. പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കണം. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ മസാല മൊത്തം കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്യാൻ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പം ബീഫ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ നാരങ്ങാ നീര് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വരണം കേട്ടോ. നമ്മൾ ആ ചേർത്ത് ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാവേ. ഇപ്പം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. ഞാൻ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും.
മല്ലിയില ചേർത്ത ഉടനെ പിന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. പിന്നെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സവോളയൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസിന് ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ആരും മിസ് ചെയ്യല്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.